അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും ഹാജിമാർ ഏറ്റവും സൂക്ഷ്മമായും ശ്രദ്ധയോടുകൂടിയും ഇബാദത്ത് കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും അതാത് സമയങ്ങളിൽ തന്നെ നിർവഹിക്കലാണ് ഏറ്റവും അഫ്ളലായ കാര്യം. എന്നാൽ പലപ്പോഴും പല ഹാജിമാരും തവാഫുൽ ഇഫാദ ദുൽഹിജ്ജ 10 നിർവഹിക്കുന്നതിന് പകരം അത് മറ്റ് സമയങ്ങളിലേക്ക് മാറ്റിവെക്കുന്നതായി കാണാൻ സാധിക്കാറുണ്ട്. എന്നാൽ വിശാലമായ ടൈം അതിനുണ്ടെങ്കിലും മറ്റ് പല അബദ്ധങ്ങളും അത് മുഖേന വരാൻ സാധ്യതയുണ്ട്. ദുൽഹിജ്ജ 13 മുഴുവനായി ഏറും കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോയി പലപ്പോഴും തവാഫുൽ ഇഫാദ നിർവഹിക്കാൻ കഴിയാതെ വരികയും പോയ ഗ്രൂപ്പുകളിൽ ഉള്ള ആളുകൾ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ മുഴുവൻ ത്വായിഫിലേക്കോ മറ്റോ പോയി തിരിച്ച് മറ്റൊരു ഉംറ നിർവഹിക്കുവാൻ വേണ്ടി വരികയും ചെയ്യുമ്പോൾ തവാഫുൽ ഇഫാദ അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ദുൽഹിജ്ജ 10 തന്നെ അത് നിർവഹിക്കുകയാണെങ്കിൽ, യൗമുൻ നെഹറിൻ്റെ ദിവസം തന്നെ അത് നടത്തുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം ആ കർമ്മം തനിക്ക് നിർവഹിക്കാനാവും. അതായത് ജംറത്തുൽ അഖബയെ എറിഞ്ഞതിന് ശേഷം മിനയിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിന് പകരം ഹറമിലേക്ക് മക്കയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ തവാഫുൽ ഇഫാദയും അന്ന് ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും നിർവഹിച്ച് റൂമിൽ പോയി വിശ്രമിച്ചും അതുപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ മാറ്റാനുണ്ടെങ്കിൽ മാറ്റിയുമൊക്കെ ഫ്രഷായി അവർക്ക് അന്ന് തന്നെ മിനയിലേക്ക് തിരിച്ചു പോരാൻ കഴിയുന്നതാണ്. എന്നാൽ അലസത കൊണ്ടോ അലംഭാവം കൊണ്ടോ കാരണമില്ലാതെയോ അത് നീട്ടിക്കൊണ്ടു പോകുന്നത് ഒരിക്കലും ഭൂഷണമല്ല. പല അബദ്ധങ്ങളും അത് മുഖേന വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹാജിമാരായ ആളുകൾ ദുൽഹിജ്ജ 10 തന്നെ യൗമുൻ നെഹറിൻ്റെ ദിവസം തന്നെ തവാഫുൽ ഇഫാദ നിർവഹിക്കാൻ ശ്രദ്ധിക്കലാണ് ഏറ്റവും എളുപ്പമായ മാർഗം. ദുൽഹിജ്ജ 10 5 കർമ്മങ്ങളാണ് നിർവഹിക്കുവാനുള്ളത്. 1 ജംറത്തുൽ അഖബയെ എറിയൽ, 2 ബലിയറുക്കൽ, 3 മുടികളയൽ, 4 തവാഫുൽ ഇഫാദ, 5 സഅയ്. ഈ 5 കാര്യങ്ങളും ഹാജിമാർ അന്ന് തന്നെ നിർവഹിക്കുകയാണെങ്കിൽ അവർക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ പ്രയാസപ്പെടുകയോ ചെയ്യേണ്ടതില്ല. എന്നാൽ അത് തവാഫുൽ ഇഫാദയെ പോലെയുള്ള കർമ്മങ്ങൾ നീട്ടിവെക്കുകയാണെങ്കിൽ അതുകൊണ്ട് മറ്റ് ഒട്ടേറെ ദോഷങ്ങൾ വരാനുണ്ട് എന്ന് മാത്രമല്ല, ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ജംറത്തുൽ അഖബയെ എറിഞ്ഞതിന് ശേഷം അവർക്ക് മിനയിലേക്ക് പോകുന്നതിന് പകരം മക്കയിലേക്ക് പോകലാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തവാഫുൽ ഇഫാദയും സഅയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ മടങ്ങുകയാണെങ്കിൽ അവർക്ക് പിന്നീട് പരിപൂർണമായും തഹല്ലുലായി. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ബാക്കിയുള്ള കർമ്മങ്ങൾ 11, 12, 13 ദിവസങ്ങളിലുള്ള ജംറത്തുൽ സുഗ്റയും ജംറത്തുൽ വുസ്തയും ജംറത്തുൽ കുബ്രയും എറിയൽ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ വലിയ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് മാത്രമല്ല, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലും കർമ്മങ്ങളിലുമാണ് നിശ്ചയിക്കപ്പെട്ട കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഓരോന്നും അതിൻ്റെ ഏറ്റവും അഫ്ളലായ സമയത്ത് തന്നെ നിർവഹിക്കുവാൻ എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.
ജസാക്കുമുല്ലാഹു ഖൈറ. വഫഖന അല്ലാഹു തആല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.